ഇങ്ങനെ രൂപപ്പെട്ടു. അതുപോലെ അതെങ്ങനെ കേരളത്തെ മാറ്റിപ്പണിയുന്നു, കേരള സംസ്കാരത്തിൽ നിന്നും ഉണ്ടായ ആദാന പ്രധാനങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നാമതായി അല്ലെങ്കിൽ ഒന്നാം നിലയിൽ വരുന്ന ഒരു പ്രധാന വിഷയമാണ് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായം. അതിനെ മുസ്ലിംകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ചരിത്രം ലോകത്ത് തന്നെ ഇല്ലാത്ത വളരെ ഭീകരമായ രൂപത്തിലായിരുന്നു കേരളത്തിലെ അടിമത്ത സമ്പ്രദായത്തിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കും കരുതി ചുരുക്കി പറയുകയാണ്. ഇസ്ലാമിൽ നമ്മൾ കാണുന്ന അടിമത്ത സമ്പ്രദായത്തിൽ കടന്നു വരുന്ന അടിമയാകാനുള്ള സാധ്യതകളും അതുപോലെ അടിമയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും ആ പരിധിയിൽ നിന്നെല്ലാം ഒരുപാട് അപ്പുറം നിൽക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ആലോചനയ്ക്ക് അപ്പുറം നിൽക്കുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ലോകത്ത് പലയിടങ്ങളിലും അടിമത്തം ഉണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞുപോയ എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യ ചരിത്രത്തിനൊപ്പം തന്നെ അടിമ ചരിത്രവും അടിമത്ത സമ്പ്രദായത്തിന്റെ ചരിത്രവും ഉണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു സവിശേഷമായിരുന്നു, ഇവിടെ ഈ അടിമത്ത സമ്പ്രദായത്തിനൊപ്പം തന്നെ ജാതീയതയും കൂടി കൂട്ടിക്കെട്ടി എന്നതാണ് അത് ഇത്രമാത്രം ഭീകരമാകാനും ബീഭത്സമാകാനും ഒക്കെ കാരണമാണ്. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കേരള മുസ്ലിംകൾ ഇവിടെ ഒരു വലിയ സമൂഹമായി രൂപപ്പെടുകയാണ്. അതിനുശേഷം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സമൂഹം ഒരു വലിയ 2-3 നൂറ്റാണ്ട് വളരെ സജീവമായി പിന്നിട്ടതിനു ശേഷമാണ് അധികാര സ്വഭാവത്തിലുള്ള സാമൂഹ്യ രൂപീകരണം കേരളത്തിൽ മുസ്ലിംകളിൽ ഉണ്ടാകുന്നത്. ടിപ്പു സുൽത്താന്റെ മൈസൂരിലെ രാജാവിന്റെ ഹൈദരലി ഖാന്റെയും ടിപ്പു സുൽത്താന്റെയും ഭരണം വളരെ കുറഞ്ഞ 10-40 വർഷത്തിലൂടെ അവസാനിച്ചെങ്കിലും അതുപോലെ അതിനു മുമ്പുണ്ടായിരുന്ന മഖ്ദൂമിയൻ പ്രഭാവത്തിൽ രൂപപ്പെട്ട ഇസ്ലാമിക സംസ്കാരവും ചരിത്രവുമൊക്കെ അത് അതിനേക്കാൾ ഏറെ വളരെ ഫലപ്രദമായി അല്ലെങ്കിൽ വളരെ കൂടുതൽ അനുരണനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു മൈസൂർ ആധിപത്യ കാലത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണം വരുന്നു. ബ്രിട്ടീഷുകാർ 1792 കേരളത്തിന്റെ മലബാറിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ തുടക്കം കുറിച്ച പല പരിഷ്കരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് അടിമ കച്ചവടം നിരോധിക്കുക എന്നതായിരുന്നു. ഈ അടിമ കച്ചവടം എല്ലാ ഭാഗവുമായിരുന്നില്ല. അടിമ കച്ചവടത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അത് എത്തിയിരുന്നില്ലെങ്കിലും തട്ടിക്കൊണ്ടുപോവുക, ഇന്നത്തെ പറയൽ, അതുപോലെ കുലയൽ പോലെയുള്ള ജാതി വർഗങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് അവരെ എന്താ പറയുക ബലം പ്രയോഗിച്ച് തന്നെ അവർ ഉള്ളിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ട് വിൽക്കുന്ന ഒരു രീതിയിലായി. അതിന് കുറച്ചൊക്കെ മാപ്പാറുണ്ടായിരുന്നു. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ നിരോധനം വന്നത്. അതേസമയം തുടർന്ന് അങ്ങോട്ട് അടിമത്ത സമ്പ്രദായത്തെ തന്നെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ നിർബന്ധ സാഹചര്യത്തിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറ്റും അതുപോലെ അതിന് സഹായികളായി ഉണ്ടായിരുന്ന മിഷണറി പ്രവർത്തകരും നീങ്ങേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു നിർബന്ധ
സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ മുസ്ലിം സമൂഹത്തിന്റെ റോൾ എന്തായിരുന്നു എന്നതാണ് പ്രധാനമായും നമ്മൾ ആലോചിക്കുന്നത്. ടിപ്പു സുൽത്താൻ തുറന്നു വെച്ച ചില വാതിലുകൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉണ്ടായിരുന്ന വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ജാതീയത അനുഭവിച്ച് ഒപ്പം അടിമത്വം അനുഭവിച്ച് അടിമത്ത ജാതീയത എന്ന് പറയുന്ന ആ ഇരട്ട ദുരന്തം അനുഭവിക്കേണ്ടി വന്നിരുന്ന പുലയ സമുദായത്തിനും അതുപോലെ ഇവിടുത്തെ പറയർക്കുമൊക്കെ മോചനം നൽകുന്ന കാര്യത്തിൽ ടിപ്പു സുൽത്താൻ എടുത്ത ചില സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായി അത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ വളരെ കുറവാണെങ്കിലും ലോകത്തെയും മറ്റുമൊക്കെ പരാമർശങ്ങളിൽ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ടിപ്പുവിന്റെ കാലത്ത് അവർ അനുഭവിച്ചിരുന്ന മൈസൂരിയൻ ആധിപത്യത്തിന് കീഴിൽ അവർ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ രുചി, അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ രുചിയാണ് പിന്നീട് അവർക്ക് തിരികെ പഴയ ജാതീയതയിലേക്ക് തിരിച്ചു പോകാൻ മടിയുണ്ടാക്കിയത്, പ്രയാസമുണ്ടാക്കിയത് എന്ന് ലോകം വിലയിരുത്തുന്നുണ്ട്. വളരെ വിശദമായി അതിന് ടിപ്പു സുൽത്താനും ഹൈദരലി ഖാനും എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുത്തു എന്നതിനെ കുറിച്ച് ചരിത്രത്തെ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതേസമയം ഈ കാലഘട്ടത്തിൽ ധാരാളമായി പുലയരും പറയരും ഇസ്ലാമിലേക്ക് കയറി വന്നതിന്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവരുടെ കയ്യിലുണ്ട്. കനേഷുമാരി വളരെ സജീവമായപ്പോൾ 50,000 വരുന്ന 10 വർഷത്തിനുള്ളിൽ തന്നെ 50,000-ഓളം വരുന്ന പുലയർ ഇസ്ലാമിലേക്ക് കയറിയതായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ ആ ഒരു മതം മാറ്റത്തെ വളരെ ഡിസ്റ്റർബിംഗ് കോസ് എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. ഈ ഇസ്ലാമിന്റെ ഇവിടുത്തെ വളർച്ചയിൽ ഇസ്ലാമിന്റെ സാഹോദര്യ സ്വഭാവവും ഇസ്ലാം തുറന്നു വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യവും അതിന്റെ അടിസ്ഥാനത്തിൽ 10 വർഷത്തിനകം തന്നെ 50,000-ഓളം പേർ ഇസ്ലാമിലേക്ക് മതം മാറി എന്ന് പറയുന്ന ചരിത്രവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അസ്വസ്ഥരാക്കിയിരുന്നു എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ജാതീയത അല്ലെങ്കിൽ അടിമത്തം അനുഭവിച്ചിരുന്ന സമുദായത്തിന് സ്വാതന്ത്ര്യം നൽകുന്നത് മതം മാറ്റത്തിന് കൂടുതൽ അവസരമുണ്ടാക്കും എന്ന ഒരു തിരിച്ചറിവിലേക്ക് മിഷണറി പ്രവർത്തകരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും എത്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേവലം കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് തന്നെ അടിമത്ത നിരോധന നിയമ നിർമ്മാണങ്ങൾക്ക് വേണ്ടി ഉള്ള വളരെ സജീവമായ പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്നതിന്റെ പിന്നിൽ പൊതുവെ ഇന്ന് പറയാറുണ്ട് അതൊക്കെ മിഷണറി പ്രവർത്തകരും അതുപോലെ ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള സാമൂഹ്യ പ്രവർത്തകരുമാണ് അത്തരത്തിലുള്ള ഒരു സംരംഭത്തിലേക്ക് രംഗത്ത് വന്നത്. ഇസ്ലാമിന് അടിമത്തത്തിൽ നിന്ന് മുക്തമായി ഇരിക്കാൻ സാധ്യമല്ല, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ വിലയിരുത്താറുണ്ട്. സത്യത്തില് ക്ലാരൻസ് സ്മിത്തിനെ പോലെയുള്ള വളരെ ഈ വിഷയത്തിൽ വളരെ സജീവമായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് കേവലം യൂറോപ്യൻ ചിന്താഗതിയിൽ നിന്ന് അവരുടെ ആധിപത്യത്തിൽ നിന്നുണ്ടായ നിരോധന ശ്രമങ്ങളല്ല ഇവിടെ ഉണ്ടായത്. പകരം അതിന് ശക്തമായ പ്രേരണ ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിംകൾ തന്നെയാണ്, ഇസ്ലാമിന്റെ ഐഡിയോളജി തന്നെയാണ്. വിശിഷ്യ സൂഫി ദർശനങ്ങൾ ഫിഖ്ഹില് ഒരു പക്ഷേ കടന്നു പോകുമ്പോൾ അതിന്റെ ഇസ്ലാമിന്റെ മാനവികമായ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹപരമായിട്ടുള്ള അതിന്റെ മൂല്യങ്ങളെ വീര്യത്തെ കണ്ടെത്താൻ ഒരു പക്ഷെ കഴിയുമെങ്കിലും ഇസ്ലാമിന്റെ ആ മനുഷ്യ സാഹോദര്യ സംബന്ധമായിട്ടുള്ള സ്വഭാവത്തെ ശരിക്കും വായിച്ചറിയാൻ കഴിയുന്നത് സൂഫിസത്തിലാണ്. ആ സൂഫികളുടെ ഇത് സംബന്ധമായിട്ടുള്ള നിലപാട് ക്രിസ്ത്യൻ മിഷണറികളെ ലോകത്തെല്ലായിടത്തും ആദ്യം ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നും ആണ് അദ്ദേഹം സമർപ്പിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളായി നിലനിന്ന് വന്നിരുന്ന ഈ അടിമത്തത്തിന്റെ ഇടയിലാണ്, സമുദായത്തിന്റെ ഇടയിലാണ് മുസ്ലിങ്ങൾ കടന്നു വരുന്നത്. മുസ്ലിങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മുത്തലാഖ് സമ്പ്രദായം നടപ്പിലാക്കുക, അതിന്റെ സംബന്ധമായ നിയമം വന്നപ്പോൾ അല്ലെങ്കിൽ വിവാഹ പ്രായ സംബന്ധമായ ഒരു പരിധി അത് നിയമമാക്കിയപ്പോഴൊക്കെ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതേസമയം ഇവിടെ ബ്രിട്ടീഷുകാർ
പല വിഷയങ്ങൾക്ക് വേണ്ടിയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇത്തരത്തിലൊരു നിരോധനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഉലമാ പക്ഷത്തു നിന്നും ഒരു ചലനം ഉണ്ടായതായിട്ട് കേരളത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർ സഹകരിച്ചത്? ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഗതിയെ നിരോധിച്ചു എന്നതിൽ യാതൊരു രോഷവും ഉണ്ടാകാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരള മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ഷാഫി മദ്ഹബിനേക്കാളേറെ സൂഫി ധാരചിന്താഗതിയാണ് എന്നതാണ്. സൂഫി ചിന്താഗതിയിൽ ഇതിനെ എങ്ങനെ കാണുന്നു എന്നത് വളരെ ആലോചിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഒരു ദാസനെ അവനവന്റെ ദാസനാക്കി മാറ്റുക എന്ന് പറയുന്നത്, അവനവന്റെ സേവകനാക്കി നിർത്തുക എന്ന് പറയുന്നത്, ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഫൈദ ദാലിക ഇൻദഹും മിൻ അഅലാ തബഖാത്തി സൂഫിൽ അദബ്. അല്ലാഹുവിനോട് ചെയ്യുന്ന അദബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു അദബുകളാണ് അല്ലാഹുവിന്റെ അടിമയെ എന്റെ അടിമയാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇത് സഹിക്കാൻ കഴിയില്ല ഒരു കാമിലികളായ സൂഫികൾക്ക് എന്നാണ് ഷഅറാനി മാമ സൂചിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്ന അസ്ഥിവാരമിട്ട കേരളത്തിലെ മഖ്ദൂമിന്റെ ആ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തില് അത്തരത്തിലൊരു അദബുകേട് വ്യാപകമായി നമ്മൾ കാണുന്നില്ല. കേരളത്തിൽ എന്തുകൊണ്ട് എല്ലാവർക്കും മറ്റു സമൂഹത്തിലൊക്കെ ഉള്ളത് പോലെ ഉണ്ടാകാമായിരുന്നു. പോർട്ടുഗീസുകാർ കൊച്ചിയിൽ ഇറങ്ങിയ പോലെ തന്നെ അവർ സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നില്ല. ദീർഘയാത്ര ആയതുകൊണ്ട് വളരെ കുറഞ്ഞ സ്ത്രീകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ജീവിക്കാൻ കൊച്ചിയിലെ അന്നത്തെ ഹൈന്ദവ സംസ്കാരത്തിന് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ധാരാളം വെപ്പാട്ടികളെയാണ് ലഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ വെപ്പാട്ടികളെ സംഭാവന ചെയ്യാൻ ഹിന്ദു സമൂഹത്തിന് സാധിച്ചു. അതായത് ഇവിടെ സാംസ്കാരിക നിലവാരം. ബ്രിട്ടീഷുകാർ കൊച്ചിയിൽ ഉടനീളം ചരിത്രകാരന്മാർ പറയുന്നത് ഒട്ടുമിക്ക വീടുകളിലും പോർട്ടുഗീസുകാരുടെ വെപ്പാട്ടികൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന മുസ്ലിംകൾക്കിടയിൽ എന്തുകൊണ്ടാണ് ലോകം തന്നെ വിലയിരുത്തുന്നത് കാണാം, ഒരു വിഭാഗവും അവർ ഭാര്യയും കുട്ടികളുമായിട്ട് സംതൃപ്തിയായിട്ട് ജീവിച്ചു പോകുന്ന ചുറ്റുപാടാണ് മുസ്ലിംകളിൽ ഏറെ. ഒറ്റ വിഭാഗം ആ ഭാര്യയും ആ കുട്ടികളും. അതല്ലാതെ അതിൽ കൂടുതലൊന്നും കേരള മുസ്ലിംകൾക്കിടയിൽ കാണാനില്ല എന്ന് അദ്ദേഹം വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു സൂഫി ദർശനം കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് മനസ്സിലായത്. മാത്രമല്ല ഈ സൂഫിന്റെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണല്ലോ ഈ പറയുന്നത്. അവിടെയും നമ്മൾ ആ ഒരു സൂഫികളുടെ ആ ഒരു അർത്ഥത്തിൽ ഫിഖ്ഹിൽ തന്നെ ഇഹ്തിയാത്തിന്റെ മസലകൾ പരിശോധിക്കുമ്പോൾ അടുത്തതുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ഒഴിവാക്കാനും വർജിക്കാനുമുള്ള പ്രേരണയാണ് കൂടുതൽ കാണുന്നത്. ഇഹ്തിത്ത് മോചനത്തെ പറ്റി പറയുമ്പോൾ മോചനം എന്ന് പറയുന്ന ആ സംഗതിയെ നിർവചിക്കുന്നത് തന്നെ മഖ്സൂദുൽ ഇഹ്തിത്തി അത്തഖ്ലീസു ബിത്വാഅത്തി വൽ ഇക്തിസാബ് എന്നാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒഴിച്ചു നിർത്തുകയാണ്. അപ്പൊ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട ഈ മനുഷ്യരെ തന്റെ ദാസന്മാരാക്കി നിർത്തി, തന്റെ സെർവൻസ് ആക്കി നിർത്തി, മുഴുവൻ സമയവും എന്റെ സേവനത്തിനാക്കി നിർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു അപരാധമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പക്ഷേ ഇതിലേക്ക് സൂചന നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഇമാം ഷഅറാനിയോ മറ്റേതെങ്കിലും അധികാരി വക്താക്കളോ പണ്ഡിതന്മാരോ അങ്ങനെ തീർച്ചയായും നൽകിയതായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ധ്വനി അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നിലപാട് വെച്ച് നോക്കുമ്പോൾ മാക്കാനലി ബശരി അയ്യുതിയല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൽ നബുവ ثم يقول للناس كونوا عبادا لي من دون الله. അറിവും പക്വതയൊക്കെ നേടിയ ഒരാള് അത് ലഭിച്ചതിന് ശേഷം ജനങ്ങളോട് പറയുക, നിങ്ങൾ എന്റെ ദാസന്മാരായിക്കോളൂ, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന്റെ ദാസനാകുന്നതിന് പുറമെ എന്റെ ദാസനായിക്കോളൂ. അതായത് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന് പുറമെ എനിക്ക് ഇബാദത്ത് ചെയ്തോളൂ എന്ന അർത്ഥത്തിനായിരിക്കില്ലെന്ന് ഉറപ്പാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുകയല്ല, ഒരു വളരെ സംഭവ്യമായ സംഗതിയാണ്. അപ്പൊ പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് അടിമയാകുന്നതിന് പുറമെ എന്നെയും അടിമയാകുക എന്ന് പറയുന്ന ഒരു പണിയേ ഇല്ല, അവരങ്ങനെ രീതിയെ അവർക്കില്ല എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു സൂചനയുണ്ട്. ഒരു പക്ഷെ അതിൽ നിന്നായിരിക്കാം അവന്റെ ദാസനായി ജീവിക്കേണ്ടവരെ അവനവന്റെ ദാസന്മാരാക്കിയിട്ട് അടിമകളാക്കി മാറ്റുക എന്ന് പറയുന്ന സൂലതമായിട്ടുള്ള ചിന്താഗതി വിളിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കണം കേരള മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ഒറ്റപ്പെട്ട ഗാർഹിക അടിമകളെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള അടിമകളുണ്ട്. ഗാർഹിക അടിമകളുണ്ട്,
വൈശ്വിക സംസ്കാരം മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ച കാമപൂജ എന്ന പുസ്തകമുണ്ട്. അതിൽ ഡോക്ടർ കെ രവിവർമ്മ എന്നാണ് ഓർമ്മ, അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തെ, വിശിഷ്യ കേരള സംസ്കാരത്തെ വൈദിക സംസ്കാരം എങ്ങനെയൊക്കെ വൈശ്വിക സംസ്കാരം എന്നാണ് നിശ്ചയിച്ചത്. വളരെ വളരെ കൃത്യമാണ്. ദേവദാസ സമ്പ്രദായത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. ഏതാണ്ട് 10-12 വയസ്സാകുമ്പോഴേക്കും സുന്ദരികളായ സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് ദേവദാസികളായിട്ട്, ദൈവത്തിന്റെ ദാസികളായി, ദേവന്റെ ദാസികളായിട്ടാണ്. പക്ഷെ അവിടുത്തെ ശാന്തിക്കാരന്റെ ദാസിയായിട്ടാണ് മാറുക. പിന്നെ ശാന്തിക്കാരൻ അനുവദിക്കുന്നവരുടെ ദാസിയായിട്ടാണ് അത് ഉപയോഗപ്പെടുക. അങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ പിന്നെ കാർഷിക രംഗത്ത് സേവനങ്ങൾക്ക്, തൊഴിൽ മേഖലയിലേക്കുള്ള അടിമകൾ ഉണ്ടായിരുന്നു. ലൈംഗിക പിന്നെ അതേപോലെ ഗാർഹിക അടിമകൾ ഉണ്ടായിരുന്നു. ഗാർഹിക അടിമകളെ ക്രിസ്ത്യൻ പറയുന്നത് മുസ്ലിം മാപ്പിളമാർക്കിടയിൽ ഉണ്ടായിരുന്ന കുറച്ചെങ്കിലും അടിമകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഗാർഹിക അടിമകൾ മാത്രമാണ്. വീട്ടിലെ ചില സർവീസുകൾക്ക് മാത്രമായിരുന്നു മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള അടിമകൾ. അപ്പൊ ഈ ഒരു രീതിയിൽ വളരെ കുറഞ്ഞ തോതിൽ അടിമത്തം മുസ്ലിം സമുദായത്തെ വേദം പോലെ ഏശാതിരിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള സാമൂഹിക സങ്കല്പം വളർത്തിയെടുക്കുകയും ചെയ്തു. അവരുടെ ഷുഅബുൽ ഈമാൻ, മുർഷിദ്, അതിനുശേഷം പിന്നെ രണ്ടാമത്തെ മഖ്ദൂമായ രണ്ടാമൻ അവരുടെ ഇർഷാദുൽ ഇബാദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയും ഈ അടിമകളോട് പുലർത്തേണ്ട മാന്യമായ രീതി എന്താണെന്നും അതുപോലെ അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയാണെന്നും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വതന്ത്രന്, ഇന്നത്തെ ഒരു സ്വതന്ത്രന് കിട്ടാവുന്നതിലേറെ വലിയ സ്വാതന്ത്ര്യമായിരുന്നു ഇസ്ലാമിക സംസ്കാരത്തിൽ സമൂഹത്തിൽ ഒരു അടിമക്ക് ലഭിച്ചിരുന്നത് എന്ന് തോന്നിപ്പോകും വിധത്തിൽ വളരെ വലുതായിരുന്നു. ആദ്യം ഒരു അടിമയെ വാങ്ങിയാൽ തന്നെ അവർക്ക് സീറ്റ് കൊടുത്ത് കാര്യം വിൽക്കുക, അവർ ഭക്ഷണം കൊണ്ട് തരുമ്പോൾ 100-200 ഉരുള എടുത്തുകൊണ്ട് വായിൽ വെച്ച് കൊടുക്കുക, അതേപോലെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ആവശ്യമായ അവർക്ക് രാത്രി നിങ്ങൾക്ക് പകരം അവരെ പ്രേരിപ്പിക്കാൻ രാത്രി അവർക്ക് വിട്ടുകൊടുക്കുക. വളരെ ഉദാരമായ, വളരെ സഹോദര്യ സ്വഭാവമുള്ള നിലപാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് ആ ഒരു തരത്തിൽ വളർന്നു വന്ന മുസ്ലിം സമുദായത്തെ, സംസ്കാരത്തെ കണ്ടുകൊണ്ട് കേരളത്തിലെ പുലയരും പാറയരും ഒക്കെ ധാരാളം മനസ്സിലാക്കി. മഖ്ദൂമിന്റെ കയ്യിൽ തന്നെ ധാരാളം പേര് വന്നിട്ടുണ്ട്. ഇവർ കാര്യക്ഷമാരി വെച്ചുകൊണ്ട് കൃത്യമായ കണക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ടിപ്പുവിന്റെ കാലത്ത് എത്ര പേര് വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കുകളില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് കണക്കെടുപ്പുകൾ നടക്കുന്നത്. അതിനുശേഷമാണ് അതും 1971-1983 ഇടയ്ക്കുള്ള ആ ഒരു ഘട്ടത്തിലാണ് കൃത്യമായ കണക്ക് ലഭിക്കുന്നത്. അതിനു മുമ്പ് 1801 മുതലൊക്കെയുള്ള ചെറിയ ചെറിയ കണക്കുകളാണ്, വളരെ കൃത്യമല്ലാത്ത ഉറപ്പുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതേസമയം മലബാറിലെ മുസ്ലിങ്ങളുടെ വളർച്ചയുടെ നിരക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് തീരപ്രദേശങ്ങളിൽ നിന്നും കിഴക്കോട്ടുള്ള മുസ്ലിങ്ങളുടെ താമസിക്കുക, അവരുടെ പെനട്രേഷൻ എന്ന് പറയാവുന്ന ഉള്ളിലേക്ക് മുസ്ലിം സമൂഹം വളർന്നു വന്നുകൊണ്ടിരുന്നത്, അവിടെ മഹല്ലുകൾ രൂപപ്പെട്ടു വന്നത്, പുതിയ പള്ളികൾ ഉണ്ടായി വന്നത്, ഇതൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ കാര്യമായി മതമാറ്റം ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് ലോകൻ ഒറ്റവാക്യം പറഞ്ഞ് അവസാനിപ്പിച്ചത്. മുസ്ലിങ്ങൾ മറ്റു ഹിന്ദു സമുദായം വളർന്നതുപോലെ കേവലം പ്രസവിച്ച് ഉണ്ടായതല്ല, കാര്യമായ മതമാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അത് സംഭവിച്ചത് മുഴുവൻ അടിമത്തം അനുഭവിച്ചിരുന്ന ജാതികളിൽ നിന്നായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് മിഷണറിമാര് ആ ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് ഇറങ്ങി വരുന്നത്. സ്വാഭാവികമായും അവർ ഇവരെ കയ്യിലെടുക്കാൻ അല്പം സ്വാതന്ത്ര്യത്തിന്റെ വഴികൾ ഉപയോഗപ്പെടുത്തണമെന്ന ഒരു രീതിശാസ്ത്രം ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അത് വെച്ചുകൊണ്ട് മിഷണറി പ്രവർത്തകർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ഘട്ടം ഘട്ടമായിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇസ്ലാമിലേക്കുള്ള വരവിനെ തടയുക, അവരെ മുസ്ലിത്തിലേക്കുള്ള മതമാറ്റത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്നത് കേവല ആരോപണമല്ല. അതിലെ പ്രധാനപ്പെട്ട കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാൻസ്മിത്തിനെ പോലെയുള്ള വിലയിരുത്തിയത് ക്രിസ്തു മതത്തില് ഒന്നാമതായി ഇത്ര വലിയ സ്വാതന്ത്ര്യ സങ്കല്പമില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സങ്കല്പം ഉണ്ടായിരുന്നിട്ട് അതിന് പിന്നീട് ഒരുപാട് ഒരു കാലത്ത് വികസിപ്പിക്കുകയോ നവീകരിക്കുകയോ ചെയ്തതല്ല, നേരത്തെ തന്നെ ഇന്ത്യ കേരളത്തിലെയും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തെയും ബാധിച്ച സംഗതിയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. നേരത്തെയുള്ള അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫി പിന്നെ നേരത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ നന്നായി ബാധിച്ചിരുന്നു. അതായത് ജന്മനാ സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതാണ് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിലെ ഫിലോസഫേഴ്സും സ്വീകരിച്ചു വന്നിരുന്നതൊക്കെ. കുറേയൊക്കെ ഫുഖഹാക്കളെ അത്തരം ഒരു ഫിലോസഫി സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്.
ജന്മനായ ഇവിടെ കുറച്ച് പേര് സ്ലൈവ് ആകേണ്ടതുണ്ട്, അടിമകൾ ആകേണ്ടതുണ്ട്. അതാണ് പ്രകൃതിയുടെ സ്വഭാവം. കുറച്ചുപേർ അടിമകളാകണം, കുറച്ചുപേർ ഉടമകളാകണം എന്നൊരു സിദ്ധാന്തം അത് ഇബ്നു സീനയും ഫാറാബിയും മറ്റുമൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഫിലോസഫി അഹ്ലുസുന്നയുടെ പശ്ചാത്തലത്തിലേക്ക് കയറി വിവിധ ആളുകളിൽ കയറിയെങ്കിലും കേരളത്തിൽ അത്തരം ഫിലോസഫി അടുപ്പിച്ചിരുന്നില്ല. അടുത്ത കാലത്ത് ചാലകത്തിലേക്ക് കടന്നതിന് ശേഷമാണല്ലോ ഈ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ കേരളത്തിൽ വരാൻ തുടങ്ങി. അതിനൊന്നും കേരളത്തിലെ ഫിലോസഫി ഇബ്നുൽ കലാമാണ്. വളരെ ചുരുങ്ങിയ ഇബ്നുൽ കലാം ഒട്ടും ഫിലോസഫിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോ അതുകൊണ്ടും പക്ഷേ ഈ പറയുന്ന സൂഫി ദർശനത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ ഫിലോസഫി നന്നായി സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സൈദ്ധാന്തികമായി ആദർശപരമായി അടിമത്തത്തിനെതിരെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഇതിന് മുസ്ലിങ്ങൾ കടന്നു വരേണ്ടതിന് പകരം ക്രിസ്ത്യാനികൾ കടന്നു വന്നു, അല്ലെങ്കിൽ മിഷണറിമാർ കടന്നു വന്നു എന്നതാണ് വലിയൊരു ചോദ്യം. ഒന്നാമതായി അവർക്ക് ലോകാധിപത്യം ഉണ്ടായിരുന്നു, ശ്രമിക്കാത്ത സാമ്രാജ്യം കക്ഷത്തുണ്ടായിരുന്നു എന്നതാണ് സൗകര്യം. അവരെന്ത് നിയമവും പാസാക്കാൻ സൗകര്യമായിരുന്നു. മുസ്ലിങ്ങൾ അവരവരുടെ ഭൂമിയെ മതം നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാത്തതായിരുന്നു ഈ അടിമത്ത സമ്പ്രദായം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, മുസ്ലിങ്ങൾ ഈ പറയുന്ന സൂഫി ദർശനങ്ങൾ വിശിഷ്യ കേരളത്തിലും അതുപോലെ തത്തുല്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ആഫ്രിക്കയിലാണ്, ദക്ഷിണാഫ്രിക്കയിലാണ്. വളരെ നേരത്തെ അവിടുത്തെ കാതിരി ലക്ഷബന്ധി തൊലിക്കുന്നത് വളരെ സജീവമായി ഇതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ദക്ഷിണാഫ്രിക്കയിൽ കേന്ദ്രീകരിച്ചാണ് എല്ലാ സ്ഥലത്തേക്കുള്ള അടിമകളുടെ വിതരണം നടത്തിയത്. കാൻസർക്കാരിക്ക് എന്ന് പറയുന്ന അമേരിക്കൻ സമുദ്രം കടന്നുകൊണ്ട് അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള അടിമ കടത്തും, അതുപോലെ ഇങ്ങോട്ട് ഇന്ത്യൻ ഓഷ്യൻ വഴിയുള്ള അടിമ കടത്തും ഒക്കെ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതും ഒക്കെ ഈ ദക്ഷിണാഫ്രിക്കയെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ഇതിന്റെ ചലനം ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഹിജ്റ AD 1400-കളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടെ അടിമത്തത്തിനെതിരെയുള്ള, അടിമകളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള സൂഫി പ്രക്ഷോഭങ്ങൾ. 1600-കളിൽ മുഴുവൻ സജീവമാകുന്നുണ്ട്. ഇവിടെ 1700 കാലഘട്ടത്തിലാണ് ബ്രിട്ടനിലൊക്കെ ഇത്തരത്തിൽ ആലോചനകൾ രൂപപ്പെട്ടു വരുന്നത്. അതിന് പിന്നിൽ ഈ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശപരമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയെ തടയുക എന്ന ലക്ഷ്യത്തിന് ഉണ്ടായിരുന്നതാണ്. മൂന്നാമതായി ഇത് തമ്മിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പാരമ്യത്തിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും ഏറെ ഫ്രഞ്ചുകാരായിരുന്നു ഈ അടിമ കടത്തു നടത്തിയിരുന്നത്. ഫ്രഞ്ചുകാർ ഈ മാഹിയിൽ ഫ്രഞ്ചിന്റെ നേതൃത്വത്തില് അടിമ ചന്തകളുണ്ടായിരുന്നു. ഇവിടത്തൊക്കെ മലബാറിൽ കാർഗോയിൽ നിന്നൊക്കെയുള്ള അടിമകളെ കൊണ്ടുപോകുന്നത് മാഹിയിലൂടെ കടത്തിയിരിക്കില്ല. മറ്റൊന്ന് അതേപോലെ ഉണ്ടായിരുന്നത് കൊച്ചിയിലായിരുന്നു. ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ വൈരം തീർക്കുക എന്നത് കൂടിയായിരുന്നു ഞാൻ സൂചിപ്പിച്ചു വന്നത്. നമ്മുടെ കേരളീയ സംസ്കാരത്തിലേക്ക് കേരളത്തിൽ ഇവിടെ ഇത്ര ശക്തമായ അടിമത്ത സമ്പ്രദായം നിലനിൽക്കെ മുസ്ലിം സമൂഹത്തെ അത് സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിലേക്ക് കയറി വരാൻ പാകത്തിൽ വളരെ സ്വതന്ത്രമായിരുന്നു, സാഹോദര്യ സ്വഭാവമുള്ള ഒരു സമൂഹ ഘടനയായിരുന്നു മുസ്ലിങ്ങളുടെ. അത് രൂപപ്പെടുത്തുന്നതിൽ മഖ്ദൂമുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതുപോലെ പിന്നീട് ക്രിസ്ത്യൻ സമൂഹം ഇസ്ലാമിനെ തടയിടുക എന്ന ലക്ഷ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിരോധന ശ്രമങ്ങളിൽ കടന്നെങ്കിലും അവസാനം ഇന്നും പരിഹാരമാകാത്ത തലവേദനയാണ് തെക്കൻ ഭാഗത്ത് കാണാം. നേരത്തെ ശ്രദ്ധിച്ചിരിക്കാം, നമ്മുടെ കേരള ചരിത്രത്തിൽ നടക്കുന്ന പരിഷ്കരണ സ്വഭാവമുള്ള വിപ്ലവങ്ങൾ മുഴുവൻ, വിവിധ ലഹളകൾ എല്ലാം തെക്കോട്ടാണ് പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു ഐക്യോത്സാഹന സമരം അല്ലെങ്കിൽ അതേപോലെ ചാന്നാർ ലഹള പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങോട്ട് മലബാറിലേക്ക് വന്നിട്ടില്ല, ഒക്കെ തെക്കാണ് നടക്കുന്നത്. ഈ തെക്ക് നടക്കുമ്പോൾ നമ്മൾ പക്ഷേ വിചാരിച്ചേക്കാൻ ചരിത്രമായിരുമ്പോൾ അത് കേവലം ജാതീയമായി ഹിന്ദു സമൂഹം അല്ലാത്തവരോട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ജാതി സമുദായങ്ങള് മറ്റുള്ളവരോട് നടത്തിയ അവകാശങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭമാണ്. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസ്മതത്തിലേക്ക് കടന്നു പോയവർ പോലും ജാതീയമായ ആ അസ്പൃശ്യത ഒഴിവാകാതെ പഴയ അടിമത്ത സ്വഭാവത്തിൽ നിന്ന് അവർ ജീവിച്ചിരുന്ന അതേ അവസ്ഥ തന്നെ അനുഭവിക്കേണ്ടി വന്നതാണ്. അങ്ങനെ അവശ്യ ക്രിസ്ത്യാനികൾ ഉണ്ടായത്, ദലിത് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ഇപ്പോഴും അത് അവരുടെ സമരമാണ്. ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ കടന്നുപോയ മതം മാറിയ ക്രിസ്ത്യാനിസത്തിലേക്ക് കടന്ന മതം മാറിയ അടിമകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്നേ വരെ അനുഭവിക്കാൻ സാധിച്ചില്ല. അതേസമയം ഇസ്ലാമിലേക്ക്
കഴിയും. ചുരുക്കത്തിൽ കേരള സമുദായത്തിലെ കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന, കേരളത്തിൽ വ്യാപകമായിരുന്ന അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കുന്നതിന് മുസ്ലിം സമുദായത്തിന്റെ ഭദ്രതയും സാമൂഹ്യ കെട്ടുറപ്പും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്